കടുത്ത മാനുഷിക പ്രതിസന്ധി നേരിടുന്ന ഗസയിലേക്ക് സഹായം എത്തിക്കാൻ മനുഷ്യാവകാശ സംഘങ്ങളുടെ സംഘങ്ങൾ വീണ്ടും എത്തുന്നു. 100 ബോട്ടുകളുടെ ഫ്ലോട്ടില മാർച്ചിൽ ഗസയിൽ എത്തുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേല ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ചു. 1000-ലേറെ ആക്ടിവിസ്റ്റുകൾ സംഘത്തിന്റെ ഭാഗമാകും. അതിനിടെ ഗസയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം ഇന്നും തുടർന്നു. ആക്രമണത്തിൽ ഒരു കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. അബ്ബാസ്, അതായത് രണ്ടാം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായിട്ടും ഇപ്പോഴും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് പറയേണ്ടി വരും. വീണ്ടും ആക്രമണങ്ങൾ തുടരുന്ന കാഴ്ചയാണല്ലോ ഗസയിൽ നിന്ന് കാണുന്നത്. അനിഷ, തീർച്ചയായിട്ടും വെടിനിർത്തൽ കരാറിന് യാതൊരു തരത്തിലുള്ള സീരിയസ്നെസ്സും കാണാത്ത ഒരു നിലപാടാണ് ഇസ്രായേലിൻ്റേത് എന്ന് നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. ഇന്നും അത് തന്നെ സംഭവിച്ചു. ഇന്ന് ഒരു കുഞ്ഞാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ കുഞ്ഞിൻ്റെ അമ്മാവനും അതുപോലെ കുറച്ച് കുട്ടികൾ കൂടി പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടുകൂടി ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 556 മുതൽ 559 വരെയായി. ഈ 600-ലേക്ക് ഈ മരണസംഖ്യ അടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വെടിനിർത്തൽ കരാറിന് എന്തുമാത്രം ഗൗരവമാണ്, എന്തുമാത്രം മതിപ്പാണ് ഇസ്രായേൽ ഭരണകൂടം കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇസ്രായേലിൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ. ഈ ആക്രമണങ്ങളുടെ ഇന്ന് നടത്തിയ ആക്രമണത്തിൻ്റെ കാരണമായി പറഞ്ഞത് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം തങ്ങൾക്കെതിരെ, തങ്ങളുടെ സൈനികർക്കെതിരെ ഉണ്ടായി എന്നുള്ളൊരു കാരണമാണ് ഇന്നത്തെ ആക്രമണത്തിന് കാരണമായി ഇസ്രായേൽ സേന ചൂണ്ടിക്കാട്ടിയത്. ഇന്നലെ 23 പേർ, അതിൽ 4 കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളടക്കം 23 പേർ കൊല്ലപ്പെടുന്ന ഒരു വലിയ അറ്റാക്കും ഇന്നലെ ഇസ്രായേൽ സേന ഗസയിൽ നടത്തിയിരുന്നു. ഗസ സിറ്റിയിലും അതുപോലെ ഖാൻ യൂനിസിലുമായിരുന്നു ഈ ആക്രമണങ്ങൾ. അതിന് 2 ദിവസം മുമ്പ് 31 പേർ കൊല്ലപ്പെട്ട മറ്റൊരു ആക്രമണം നടത്തിയിരുന്നു. അതിൽ 7 പേർ കുഞ്ഞുങ്ങളാണ്. ഇങ്ങനെ നിരന്തരം കുഞ്ഞുങ്ങളെയും വൃദ്ധന്മാരെയും അതുപോലെ സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ നിലപാട് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷവും തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടുകൂടി തന്നെ റഫ അതിർത്തി തുറന്നു കഴിഞ്ഞു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഫെബ്രുവരി 1-ന് റഫ അതിർത്തി തുറക്കുകയും ഫെബ്രുവരി 2-നും തിങ്കളാഴ്ച മുതൽ ഇത് ഫുൾ ഫ്ലെഡ്ജായി ഓപ്പൺ ആകുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ഒരു വലിയ രീതിയിലുള്ള ആളുകളെ, ഗസക്കാരെ ഈജിപ്തിലേക്ക് കടത്തിവിടാനോ ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് കടത്തിവിടാനോ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. വളരെ പരിമിതമായ ആളുകൾ മാത്രമാണ്, അർജൻറ്റായിട്ടുള്ള മെഡിക്കൽ ഇവാക്വേഷൻ ആവശ്യമുള്ള വളരെ പരിമിതമായ ആളുകൾ മാത്രമാണ് നിലവിൽ ഇസ്രായേൽ ഭരണകൂടം ഈ റഫ അതിർത്തി വഴി കടത്തിവിടുന്നത്. ഇതോടുകൂടെയാണ് 100 ബോട്ടുകൾ അടങ്ങുന്ന ഒരു വലിയ സംഘം 2026 മാർച്ചിൽ ഗസയിൽ എത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ യാത്ര ആരംഭിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള നെൽസൺ മണ്ടേല ഫൗണ്ടേഷനാണ്. നെൽസൺ മണ്ടേലയുടെ ചെറുമകൻ കൂടിയായിട്ടുള്ള മാണ്ഡല മണ്ടേലയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷനാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. തുർക്കിയിൽ നിന്ന്, അതുപോലെ സ്പെയിനിൽ നിന്ന്, ഇറ്റലിയിൽ നിന്നൊക്കെയുള്ള വലിയ ബോട്ടുകൾ ഗസയെ ലക്ഷ്യമാക്കി നീങ്ങുമെന്നാണ് അദ്ദേഹം ഇന്ന് നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2025 ഒക്ടോബറിൽ ഒരു വലിയ സംഘം 40 മുതൽ 50 വരെ ബോട്ടുകൾ അടങ്ങിയ ഒരു സംഘം, ഒരു സുമുദ് ഫ്ലോട്ടിൽ എന്ന് പറയുന്ന ബോട്ടുകളുടെ സംഘം ഗസയിലേക്ക് എത്തിയിരുന്നു. അതിന് ഇസ്രായേൽ ഭരണകൂടം ഗസയിലേക്ക് എത്തുന്നതിൻ്റെ നോട്ടിക്കൽ മൈലുകൾക്കപ്പുറത്ത്, ഏകദേശം 40 നോട്ടിക്കൽ മൈലുകൾക്ക് അപ്പുറത്ത് വെച്ച് തന്നെ ഈ സംഘത്തെ തടയുകയും അവരെ ഡിറ്റെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ഇസ്രായേൽ തടങ്കലിൽ വെച്ചത് സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള, അതുപോലെ മാണ്ഡല മണ്ടേല അടക്കമുള്ള യൂറോപ്യൻ പാർലമെൻറ്റ് മെമ്പറായ റീമ ഹസനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അന്നൊരു 400 അംഗ സംഘമാണ് ഗസയിലേക്ക് പുറപ്പെട്ടതെങ്കിൽ ഇന്ന് 100ഓളം ബോട്ടുകളാണ് ഗസയിലേക്ക് പുറപ്പെടുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഡോക്ടർമാർ, അതുപോലെ വാർ ക്രൈം ഇൻവെസ്റ്റിഗേഴ്സേഴ്സ്, അതുപോലെ എഞ്ചിനീയർമാർ അടക്കമുള്ള ഒരു സംഘമാണ് ഇങ്ങോട്ട് പുറപ്പെടുന്നതെന്നാണ് ഈ നെൽസൺ മണ്ടേല ഫൗണ്ടേഷൻ അറിയിക്കുന്നത്. ഒരു വലിയ സന്നാഹത്തോടുകൂടെ ഗസയിലെ കടുത്ത മാനുഷിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഗസയിലേക്ക് ഈ സഹായം എത്തിക്കാനുള്ള ഇവരുടെ സംഘം 2026 മാർച്ചോടുകൂടി എത്തുമെന്നാണ് ഇന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതിനെ വളരെ പ്രതീക്ഷയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. എന്നാൽ ഇതിനെന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം ഇതിന് മുമ്പ് നടന്ന സുമുദ് ഫ്ലോട്ടിലയെ തടഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇതേ അവസ്ഥയിലേക്ക് ഇത് പോകുമോ, അതല്ല ഈ ബോട്ടുകൾ വിജയം കണ്ട് ഗസയിൽ
അല്ലെങ്കിൽ ഗസയുടെ കരയണിയുമോ എന്ന് കൂടി നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. നമുക്കറിയാം ഗസ എന്ന് പറയുന്നത് വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിന് മറ്റൊരു ലോകത്തെ മറ്റൊരു ദേശവുമായി കണക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഈജിപ്തുമായി ചേർന്ന് കിടക്കുന്ന റഫ അതിർത്തിയിലൂടെ പുറത്തേക്ക് കടക്കണം. മറ്റൊരു ഭാഗത്ത് മുഴുവൻ ഇസ്രായേലാണ്, മറ്റൊരു ഭാഗത്ത് കടലാണ്. ഈ കടൽ വഴിയാണ് ഇപ്പോൾ ഈ സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സഹായ വിതരണം റഫയിലൊക്കെ ടൺ കണക്കിന് സഹായങ്ങൾ ഈജിപ്തിലെ വലിയ വെയർഹൗസുകളിൽ അങ്ങനെ കിടപ്പാണ്. ഇസ്രായേൽ ഭരണകൂടത്തിന് അനുമതിയും കാത്ത് അത് ഇതുവരെ ഈജിപ്തിലെ ഗസയിലേക്ക് കടത്തി കൊണ്ടുപോകാൻ ഗസയിലേക്ക് കടക്കാൻ ഇസ്രായേൽ അനുമതി നൽകിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഫ്ലോട്ടിലയുടെ 100 ബോട്ടിലധികം വരുന്ന ഈ ഫ്ലോട്ടിലയുടെ അവരുടെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷ നിർഭരമാകുന്നത്. ഏതായാലും അത് 2026 മാർച്ചോടുകൂടി ഗസയുടെ കരത്തൊടും എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് എന്ത് സംഭവിക്കും എന്നുകൂടി നമ്മൾ കാത്തിരുന്നു കാണേണ്ടതാണ് അനീഷ.